ഗൈസ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പുഞ്ചക്കരിയിലാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സന്ദീപിന് ഒരു റീൽ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ആ റീൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പുഞ്ചക്കരി വന്നത്. ഇവിടെ ശരിക്കും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് റീലൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വരുന്നതായിരിക്കും. കുറച്ച് പോസൊക്കെ പിടിക്കുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി. അപ്പം എടുത്തിട്ടില്ല റീൽ. ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഓൾമോസ്റ്റ് നല്ല ആൾക്കാരുണ്ട്. അങ്ങോട്ടാണ് ആൾക്കാർ കൂടുതൽ. അവിടെ ആ പാലത്തില്ലേ, കിരീടം പാലത്തിൻ്റെ അടുത്തൊക്കെയാണ് ആൾക്കാർ കൂടുതൽ. അവിടെ ആകുമ്പോൾ കടയൊക്കെ ഉണ്ടല്ലോ, കടയെല്ലാം ഉള്ളത് കൊണ്ട് ആൾക്കാർ ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ട്. ഇനി ഇത്ര നേരം ഈ റോഡിൽ നിന്നാണ് റീലെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അപ്പുറത്തെ സൈഡിൽ ആ സൈഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പം അങ്ങോട്ട് വെക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെയാണ് നിൽക്കുന്നത്. അവിടെ ചെന്നിട്ട് നോക്കാം. ഏകദേശം ചെറിയ ചെറിയ ക്ലിപ്പ് ആയിട്ടാണ് എടുത്തത്. ഈ റോഡിൽ നിന്ന് എടുത്തത് കൊണ്ട്. പിന്നെ ഇപ്പം ഏകദേശം മണി ഒരു 4 മണി 4:30 അടുപ്പിച്ചൊക്കെ ആയി. ഇനി വൈകിട്ട് ലേറ്റ് ആകുന്നതിന് മുമ്പ് എടുക്കുകയും ചെയ്യണം. കാരണം വാം ലൈറ്റല്ലേ, വാം ലൈറ്റിന് നല്ല കിട്ടില്ല വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ അതാണ് കോസ്റ്റ്യൂം. കണ്ടോ അവൻ്റെ? അയ്യോ, ഇപ്പുറത്തോട്ടില്ല എങ്കിലേ കാണാൻ പറ്റുള്ളൂ. അതാ കണ്ടോ, ഇതാണ് അവൻ്റെ കോസ്റ്റ്യൂം. ഒരു ട്രഡീഷണൽ വൈബ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ആയി വരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് കാണാം. എന്തൊക്കെ പണിയെടുക്കണം, വീഡിയോ എടുത്തു കൊടുക്കണം, ബാഗും ചുമക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. അപ്പോൾ ബാഗ് ചുമക്കട്ടെ. ബെഡ്ഷീറ്റ് ഇവിടെ വീടൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കയറി കൊടുക്കായിരുന്നു. ഇപ്പം മുണ്ടും കൂടെ ഇട്ടിരിക്കണോണ്ട് ബെസ്റ്റായി. അങ്ങോട്ട് ഈ വ്യൂവിൽ എടുക്കാനാണ് അടുത്ത പ്ലാൻ. നോക്കട്ടെ ഇനി എങ്ങനെയായി വരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ റീൽ എടുപ്പ് ചെറുതായിട്ടൊന്ന് മുഞ്ചി. വീഡിയോ ഒന്നും അത്ര വലിയ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്ര രസമില്ല. പിന്നെ അതങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കാര്യം കണ്ടത്. അപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴും ഇവിടെ 4-5 കുറ്റികളുണ്ട്. എല്ലാ കുറ്റിയിലും കാക്കത്തൂറിയിട്ടിരിക്കുന്നു. അവിടെയുണ്ട്, അപ്പുറത്തുണ്ട് ഉള്ള എല്ലാ കുറ്റിയിലും കാക്കത്തീട്ടം. നമുക്കൊന്ന് ഇരിക്കാൻ നോക്കുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. എങ്കിലും മയിൽക്കുറ്റി ശരിക്കും എന്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട് വരുമ്പോ കാണാം എന്താവുമെന്ന്, അല്ലേ? അതെ, എത്ര അലിമ്പായിട്ട് എടുത്തു കഴിഞ്ഞാലും എഡിറ്റിങ്ങിലാണല്ലോ ബാക്കിയെല്ലാം. എൻ്റെ വീഡിയോ എടുപ്പ് അത്ര പോരെങ്കിലും അവൻ്റെ എഡിറ്റിങ്ങിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ ഒരൊറ്റ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. താറാവ് പോണു. എടാ, ഞാൻ ഒരു കിട്ടില്ല ഒരു പോസ് പറഞ്ഞുതരാം. നീ അതേപോലെ ചെയ്യണം. നീ ഇതോ അവിടെ നില്ല്. എന്നിട്ട് ഇതോ ആ സൂര്യനില്ലേ, ആ സൂര്യനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും പോലെ. അങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? മുണ്ട് പൊക്കി വെക്കുക. ഇവിടെ ഇങ്ങനെ ഇതുവരെ പൊക്ക. സൂര്യ എന്താ ഇവിടെ വചനമായിട്ട് എടുക്കാൻ പറ്റും. ചെയ്തിരിക്കും. ഏട്ടൻ മല നോക്കാതെ ചെയ്തിരിക്കും. പരിപാടി കൊളാബ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചോട്ടെ. ചേട്ടാ ഒരു ചായയും വടയും കൊളാബ്. ഹോർലിക്സ് ഒന്നും വേണ്ട, എനിക്ക് ചായ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബൂസ്റ്റ്. ബൂസ്റ്റ് ഇല്ലേ? എടാ ഹോർലിക്സ് ഇല്ല. ആ ഹോർലിക്സ് ഉണ്ട്. അപ്പം ഒരു ഹോർലിക്സ് ഒരു ബൂസ്റ്റ്. പഞ്ചായത്ത് വേണം. ഹെൽത്തി പെട്ടാ നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നോക്കാം. പഞ്ചായത്ത് വേണം. ഹോർലിക്സിന് വേണ്ട. മറ്റേത് കോമഡി. ഓക്കേ, കടി വേണം. കടി ഞാൻ വരണ്ടെടുത്തില്ല. എന്റെ കടി എന്റെ ഒരു തമാശ. ഞാൻ ഒരു തമാശ പറഞ്ഞില്ലേ, നീ അതിൻ്റെ ഇടയ്ക്ക് കാര്യമൊക്കെ. എനിക്കും ഒരു വട.
എന്തുവാണ് വടമതി. ചായ എങ്ങനെയുണ്ട്? ഹോർലിക്സ്. ഓക്കെ, ഇത് ഹോർലിക്സ് ആണ്. ഹോർലിക്സ് എങ്ങനെയുണ്ട്? ഉഴുന്നോടെ എങ്ങനെയുണ്ട്? ഇവന്മാര് എന്തെങ്കിലും പറയുമ്പോൾ അല്ലാതെ ഓരോ വണ്ടിയും കൊണ്ട് വരില്ല തേണ്ടികൾ. ഗൈസ്, അപ്പം എനിക്ക് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് കുടിച്ചിട്ട് വരാം. ഇത് ഉഴുന്നോട കൊള്ളാം. അപ്പം കഴിച്ചിട്ട് വരാം. ഗൈസ് പാവത്തിന് എന്തോ ഇന്ന് ഭയങ്കര ശകുനപ്പിഴയാണെന്ന് തോന്നുന്നു. അവന് നല്ലൊരു വീഡിയോ എടുക്കാൻ വന്നിട്ട് അവന് നല്ലൊരു വീഡിയോ പോലും കിട്ടിയില്ല. എന്താണോ എന്തോ. എന്നിട്ട് ചായ കുടിച്ചു കേട്ടോ. ഇപ്പം നല്ല ചായയായിരുന്നേ. അവന് ഹോർലിക്സ് ആണ് വാങ്ങിച്ചത്. ഹോർലിക്സ് വാങ്ങിച്ചിട്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹോർലിക്സിൻ്റെ അകത്ത് ഈച്ച വീണ് അത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. നമ്മളെ വിഷ്ണു ഇല്ലേ, കാക്കജി, അവ ഇവിടെ ഏതോ ചെറിയ കടയിടണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ എവിടെയാണ് അവന് കട അടുത്ത് തന്നെ കിട്ടുമെന്നെന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഇപ്പുറ സൈഡോ എങ്കിലേ വീഡിയോയിൽ കിട്ടുള്ളൂ. ഇത് കോപ്പിറൈറ്റ് അടിക്കും. കോപ്പിറൈറ്റ് അടിക്കും. പക്ഷെ നമ്മൾ സംസാരിച്ച് അതിനെ തർജ്ജിമ ചെയ്യണം. തർജ്ജിമ എന്ന് വെച്ച് തരണം ചെയ്യണം. ഏകദേശം ഇവിടെ ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയും കണ്ടോ, ഇതൊക്കെ എന്തൊക്കെയോ കെട്ടിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതും പോയിട്ട് അവിടെ പാലമില്ലേ, ആ പാലത്തിൻ്റെ അവിടെ ബണ്ട് റോഡും സെറ്റായിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തിൻ്റെ പെട്രോൾ തീർന്നെന്ന് തോന്നുന്നു. എൻ്റെ വണ്ടിയിൽ ഏതോ ചേട്ടൻ എന്താ പുല്ല് വെച്ച് കെട്ടുന്നു. വേറെ വണ്ടിയായിരുന്നു കേട്ടോ അത്. ഇതായിരിക്കുന്നു നമ്മളെ വണ്ടി. അപ്പം ഗൈസ്, അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അപ്പം നമ്മൾ ഇനി കനകക്കുന്നിലേക്ക് ഈ കോസ്റ്റ്യൂം ഇവിടെ വെച്ച് മാറ്റുന്നു. എന്നിട്ട് വേറെ കോസ്റ്റ്യൂമിൽ കനകക്കുന്നു. ഫൈനലി കനകക്കുന്നെത്തി. ഇനി ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തോട്ട് പോകണം. അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആളിനെ കണ്ടെത്തിയിരിക്കുകയാണ്. മാധു. ഇതാണ് മാധു. ഒരു ഹായ് കൊടുക്കും. അപ്പം ഇനി കുറച്ച് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്ലാനിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ബൈ.